എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഇന്ന് തിരുവോണ സദ്യയൊക്കെ കഴിച്ച് കൊറോണ കാലമായിട്ടും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടും കുടുംബത്തോടും ഒപ്പം ഓണം ആശംസിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. മഹാബലിയെക്കുറിച്ചും വാമനനെക്കുറിച്ചും ചില രസകരമായ തർക്കങ്ങളും വാദഗതികളും സാമൂഹിക മാധ്യമങ്ങളിൽ വിശേഷ്യ ട്വിറ്റർ അടക്കമുള്ളവയിൽ കാണുകയുണ്ടായി. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വെച്ച് ഈ രീതിയിൽ വാഗ്വാദങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ മഹാബലിയെക്കുറിച്ചും വാമനെ കുറിച്ചും ഒന്ന് രണ്ട് പരാമർശങ്ങൾ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്ന് തോന്നുന്നു. ഇത് പുരാണിക് എൻസൈക്ലോപീഡിയ ശ്രീ വെട്ടമാണി ക്രോഡീകരിച്ച പുരാണിക് എൻസൈക്ലോപീഡിയയിൽ നിന്നാണ്. അദ്ദേഹം ഇതെനിക്ക് ഒരു 10-25 വർഷം മുമ്പ് ഗിഫ്റ്റ് കിട്ടിയ ഒരു പുസ്തകമാണ്. ഇതിൽ ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ നിന്നാണ് ഈ റെഫറൻസുകൾ ശ്രീ വെട്ടമാണി എടുത്തിരിക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്, അമ്മയുടെ പേര് ദേവാംബ എന്നാണ്, മകന്റെ പേര് ബാണൻ. ഈ ബാണനെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയാണ് ബാണാസുര സാഗർ ഡാം വരുന്നത്. ബാണൻ എന്നാണ്. ഭാര്യയുടെ പേര് വിന്ധ്യാവലി, അമ്മ ദേവാംബ എന്നുള്ളവരാണ്. ഏകദേശം നമ്മുടെ ഇന്നത്തെ കേരളം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ നേതൃത്വമോ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരുന്ന രാജാവോ ആയിരുന്നിരിക്കണം ബലിരാജ. ഈ മഹാനായതുകൊണ്ടാണ് മഹാബലി എന്ന് വിളിക്കുന്നത്. ഈ മഹാബലിയും വാമനനും തമ്മിലുള്ള അവരുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ അവരുടെ തർക്കമോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിയെന്നോ മോക്ഷം നൽകിയെന്നോ ഒക്കെ വ്യത്യസ്ത നെറേറ്റീവുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ നെറേറ്റീവുകൾ അവരവരുടെ പക്ഷത്തു നിന്നും അവരവർ കാണുന്ന രീതിയിൽ അവ കൊണ്ടുവരുന്നതാണ്. പക്ഷെ വളരെ കൗതുകമുണർത്തുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും. ഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ടായ വളരെ രസകരമായ ഒരുപാട് ഹിസ്റ്റോറിക്കൽ എലിമെന്റ്സ് ഇതിനകത്തുണ്ട്. ആ ഹിസ്റ്റോറിക്കൽ എലിമെന്റ്സിനെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ആകത്തുക കിട്ടുന്നത്. ഇത് സുതലത്തിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചതെന്നും പാതാളത്തിലേക്കാണ് പറഞ്ഞയച്ചതെന്നും ഒക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ 2-3 കാര്യങ്ങൾ നമ്മളിത് ക്രോഡീകരിക്കാം. അത് മഹാബലിയുടെ ഫാമിലിയെ കുറിച്ചാണ്. അത് വ്യക്തമാണ്. ഇവരെല്ലാം അടിസ്ഥാനപരമായ ഒരേ ലൈനേജ് ആണ്, അല്ലെങ്കിൽ ഒരേ ജനതയാണ്. പക്ഷേ അതിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള തർക്കങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ 2 വംശങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നില്ല. പകരം ഒരേ ജനതയിൽ തന്നെയുള്ള പല വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളായി അത് എടുക്കുകയായിരിക്കും നല്ലത്. ഉദാഹരണം, നമ്മുടെ ഇറാൻ ഒക്കെ നോക്കിയാൽ തന്നെ, പഴയ സുറാസ്ട്രിയന്മാരുടെ പാഴ്സികളുടെ ഒക്കെ പശ്ചാത്തലം നോക്കിയാൽ തന്നെ അവിടെ ദേവൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനും അസുരൻ എന്ന് പറഞ്ഞാൽ നല്ലതുമാണ്. 2 വിഭാഗം ജനങ്ങൾ പരസ്പരം പോരടിക്കുമ്പോൾ ദേവന്മാരും അസുരന്മാരും, അതിൽ ദേവ വേഴ്സസ് അസുര, 2 തരം നെറേറ്റീവുകൾ, ചരിത്ര ആഖ്യാനങ്ങൾ ഉണ്ടായി എന്നുള്ളതായിരിക്കും ആ ദൃഷ്ടിയിലുള്ളത്. പക്ഷേ ലോങ് എഗോ തന്നെ ആ മഹാബലിയും വാമനനും അവരുടെ ഇടയിൽ സമാധാനവും സമവായവും ഉണ്ടാക്കി. ഇന്ന് അവരുടെ പേരിൽ ഒരു തർക്കത്തിന് അർത്ഥമില്ല. പക്ഷെ ആ മഹാബലിയെ അറിയാനും 10,000 വർഷങ്ങളെങ്കിലും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ അതായിരിക്കണം ഒരു ടൈം പീരീഡ്. നമുക്ക് കൃത്യമായി ഭാരതത്തിന് വേണ്ടത്ര രീതിയിൽ ക്രോണോളജിക്കലി അല്ലെങ്കിൽ ക്രമാനുഗതമായ ചരിത്രത്തിലെ ഡേറ്റ്സ് വെച്ചുള്ള ചരിത്ര ആഖ്യാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു തീയതിയിലേക്കോ കൃത്യമായ നൂറ്റാണ്ടിലേക്കോ എത്താൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇന്നത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ 5000 മുതൽ 6000 വരെ വർഷങ്ങളായിരിക്കണം നമുക്കതൊരു പശ്ചാത്തലം പറയാൻ കഴിയുക. ആ പശ്ചാത്തലത്തിലുള്ള ഒരു ചരിത്ര സംസ്കൃതിയാണ്. ഇന്ന് എന്തായാലും മഹാബലിയും വാമനനും നമ്മുടെ ഭാഗമാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് അല്ലെങ്കിൽ സാങ്കേതികമായി സംസാരിച്ചാൽ ഇത് വാമന ജയന്തിയാണ്. എന്നാൽ ആ വാമന ജയന്തിയിൽ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമായ മഹാനായ വാമനനും അദ്ദേഹത്തിന്റെ ജയന്തിയിലും ഇന്ന് നമ്മൾ കൂടുതൽ ആഘോഷിക്കുന്നതും നമ്മുടെ കൂടുതൽ സ്വന്തമായി നമുക്ക് തോന്നുന്നതും മഹാബലി എന്ന നമ്മുടെ രാജാവാണ്. ഒരു പക്ഷേ ദ കിങ് ഹു റോസ് അബൌവ് ദി ഗോഡ്സ് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ മഹാബലിയെ നമ്മൾ ഇന്നും സ്മരിക്കുന്നു. ഇപ്പം ചരിത്രം നമുക്ക് പഠിക്കാനേ കഴിയൂ. വി കനോട്ട് ടേക്ക് റിവെഞ്ച് ഓൺ ഹിസ്റ്ററി. ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനും വിരോചനന്റെയും ദേവാംബയുടെയും മകനായ വിന്ധ്യാവലിയുടെ ഭർത്താവായ ബാണന്റെ അച്ഛനായ പ്രഹ്ലാദന്റെ കൊച്ചുമകനായ നമ്മുടെ ബലിതമ്പുരാനെ കുറിച്ച് കൂടുതൽ അറിയാനും അന്വേഷിക്കാനും കൂടിയുള്ള ഒരു ദിവസമായി മാറട്ടെ. എല്ലാവർക്കും നല്ല ഓണാശംസകൾ.